ഡീപ് കവർ എന്ന ഹോളിവുഡ് സിനിമ ഇപ്പൊ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആണ്. പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു ഫൺ വാച്ച് തന്നെയായിരുന്നു. 3 മിസ്ഫിറ്റ് ആയ ഇൻഡിവിജ്വൽസ് അവരൊരു നിമിഷം ഒരു അണ്ടർ കവർ പോലീസുകളാവുന്നു. പിന്നീട് അവര് ഒരു ഡ്രഗ് ഗാങ്ങിലോട്ട് ഏർപ്പെടുവാണ്. അതിനുശേഷം ഉണ്ടാകുന്ന കുറെ ഫൺ ഇൻസിഡൻസ് ആണ് സിനിമയുടെ ഒരു കഥ. 1 മണിക്കൂർ 41 മിനിറ്റ് ആ ഒരു ഹോൾ റൺ ടൈം നമ്മളെ രസിപ്പിച്ച് എൻഗേജ് ഇരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഒരു നിമിഷം പോലും തോന്നില്ല അയ്യേ കുറെ വട്ടം കണ്ട പഴയ കഥയാണെന്ന്. അത്രയും വെരി വെൽ റിട്ടൺ ആണ്, വെരി വെൽ എക്സിക്യൂട്ടഡ് ആണ് ഈ ഒരു സിനിമ. പടം തുടങ്ങുന്നു, അധികം വൈകാതെ തന്നെ നമുക്ക് ആ 3 ക്യാരക്ടേഴ്സിനോട് ഒരു പ്രത്യേക ബോണ്ടിങ് വരുന്നു. പിന്നെ ആ 3 പേര് തമ്മിൽ ഒരു റാപ്പോർട്ട് ബിൽഡ് ആകുമ്പോൾ അതും നമുക്കൊരു പ്രത്യേക കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ മണ്ടത്തരങ്ങളും അവരുടെ ഇന്നസെൻസ്, അവരുടെ കെമിസ്ട്രി, അവരുടെ ബോണ്ടിങ് എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവും. ആ 3 പേരുടെ മാത്രമല്ല, ഇതിനകത്ത് അവർ ആദ്യം പെട്ടുപോകുന്ന ആ ഡ്രഗ് ഗാങ്ങിലെ മെമ്പേഴ്സിനെ പോലും വളരെ നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിലെ പ്രൈമറി ക്യാരക്ടേഴ്സ് ഒന്നും വെറുക്കാനേ പറ്റില്ല. ജുറാസിക് വേൾഡിലെ ഫെയിമായ ബ്രൈസ് ഡലാസ് ഹോവാർഡ്, പൈററ്റ്സ് ഓഫ് ദ കരീബിയനിലെ ഒർലാൻഡോ ബ്ലൂം, പിന്നെ മൂന്നാമത്തെ ആളെ വലിയ പരിചയമില്ല. പക്ഷെ ഇതിനകത്തൊരു ക്യാരക്ടർ ആ നിക്ക് മുഹമ്മദിനെ പറയുന്നത് പാഡിങ്ടനായിട്ട് കമ്പയർ ചെയ്യണം. അത് ശരിക്കും ശരിയായിട്ട് തോന്നി. അനിക് മുഹമ്മദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 പേരും ഒരു ഓണസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആ ഡ്രഗ് ഗാങ്ങിലെ മെമ്പേഴ്സ് ആണെങ്കിലും പിന്നെ 2 പോലീസുകാരുണ്ട്, അവർ നല്ല ഫൺ നിമിഷങ്ങൾ സമ്മാനിച്ചായിരുന്നു. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, മ്യൂസിക് എല്ലാം ഈ സിനിമയെ എൻഗേജിങ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓവറോൾ ഡീപ് കവർ എന്ന സിനിമ ഒരു ഫൺ എൻഗേജിങ് വാച്ച് തന്നെയായിരുന്നു. കണ്ടു നോക്ക്, ഡിസപ്പോയിന്റഡ് ആവില്ല.